ഉമ്മത്ത് മുഹമ്മദിയ റസൂലുള്ളാഹിന്റെ സമുദായത്തിന് അല്ലാഹു തആല നൽകിയ ഏറ്റവും മഹത്തായ ഒരു മുഖമുദ്രയാണ് യഥാർത്ഥത്തിൽ ഈ ദഅവത്ത് എന്ന് പറയുന്നത്. ഇതര പ്രവാചകന്മാരുടെ സമുദായത്തിനൊന്നുമില്ലാത്ത അതിമഹത്തായ ഒരു വൈശിഷ്ട്യം, വിശേഷണം അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടർ നിങ്ങൾ തന്നെയാണ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ സതുപദേശം നടത്തുന്നവരും നിങ്ങൾ ദുർമാർഗ നിരോധനം നടത്തുന്നവരുമാണ്. വതൂമിനൂന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് യഥാവിധി വിശ്വസിക്കുന്നവരുമാണ്. ഈമാനുള്ള ദീനി ദഅവത്തിന്റെ പ്രവർത്തനം, മോമിനായ ആളുകളുടെ ദീനി ദഅവത്തിന്റെ പ്രവർത്തനം, അതാണ് യഥാർത്ഥത്തിൽ ഉമ്മത്ത് മുഹമ്മദിയയെ പ്രത്യേകമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മത്ത് മുഹമ്മദിയ ആദ്യമായി അള്ളാഹുവിന്റെ അടുക്കൽ അവസാനം വന്ന പ്രവാചകന്റെ അനുയായികളാണെങ്കിൽ തന്നെയും കഴിഞ്ഞകാല സമുദായത്തിലെ പ്രവാചകന്മാരുടെ ഉമ്മത്തിന്റെ മേലിൽ സാക്ഷി പറയാൻ വേണ്ടി വരെ അർഹതപ്പെട്ട ആളുകളാവും. വക്കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും സാക്ഷികളാവുക. മാത്രമല്ല ആദ്യമായി സ്വർഗലോകത്ത് പ്രവേശിക്കാനുള്ള അനുവാദം ലഭിക്കുന്നത് ഉമ്മത്ത് മുഹമ്മദിയക്കാണ്. എല്ലാ നിലക്കും മുന്നേറ്റം നടത്തപ്പെടുന്ന ലീഡേഴ്സായി പാരത്രിക ലോകത്ത് വിരാജിക്കാനുള്ള പ്രത്യേക കഴിവ് നേടുന്നത് ഉമ്മത്ത് മുഹമ്മദിയയാണ്. അതിന് ഇതര സമുദായങ്ങൾക്കില്ലാത്ത പ്രത്യേകതയായി അല്ലാഹു തആല പറഞ്ഞതാണ് അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന ദഅവത്ത്, ദീനീ പ്രബോധനം. അല്ലാഹു തആല വേറെ നിർദ്ദേശിച്ചു. സൂറത്ത് ആലി ഇംറാൻ 104-ാമത്തെ ആയത്ത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു കൂട്ടം ആളുകൾ, ഒരു സമൂഹം ഉണ്ടാവണം. അവര് നന്മയിലേക്ക് ക്ഷണിക്കുന്നവരും നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവരും ചീത്തയെ തൊട്ട് നിരോധിക്കുന്നവരുമായിരിക്കും. അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവർ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു തആല അത് പ്രയോഗിച്ച പ്രയോഗം കണ്ടില്ലേ? ഈ അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും നടത്തുന്ന ദീനീ ദഅവത്ത് നടത്തുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എത്ര തഅക്കീദാണ്! പണ്ഡിതന്മാർക്കറിയാലോ, ഇസ്മിയായ ജുംലയാണ്. ഖബറിൽ അൽഫിലാമിനെ കൊടുത്ത് മാരിഫയാക്കി. അതിന്റെ പുറമെ ഹും എന്ന് പറയുന്ന ഫസലിന്റെ ലമീറിനെ കൊടുത്ത് തഅക്കീദ് ചെയ്തു. അങ്ങനെ തഅക്കീദുകളുടെ ഒരു വലിയ വളരെ ശക്തമായ നിലക്ക് തന്നെ അവർ മാത്രമാണ് എന്നർത്ഥം വരുന്ന, ഹസ്റിന്റെ അർത്ഥം വരേണ്ടതിന് അവരല്ലാത്ത ഒരാളും വിജയിക്കുകയില്ല, അവരല്ലാത്ത ആളുകളാരും വിജയിക്കുകയില്ല. അംറും ബിൽ മഅറൂഫ് നടത്താത്ത ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്നുണ്ട്. കുരങ്ങുകളാക്കി മാറ്റിയ ആളുകളെ കുറിച്ച് വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്നതാണ്. കുരങ്ങുകളാക്കി അല്ലാഹു തആല മാറ്റിയ വിഭാഗം ഉണ്ടല്ലോ. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല, ഭൗതികമായ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന നിസ്കാരം, ഇബാദത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ പൈശാചിക ദുർബോധനങ്ങൾക്ക് വശംവദരായി ആ ഐല നാട്ടുകാരായ ഒരു പറ്റം ആളുകൾ അന്ന് മീൻ പിടിക്കാൻ പോയി, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു. നിരോധിച്ചു പ്രവാചകൻ, പാടില്ല. പക്ഷെ ഒരു കൂട്ടം ആളുകൾ ചെവിക്കൊണ്ടില്ല.
നാട്ടിൽ 3 കൂട്ടം ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്, ഉത്ഭൂതമാവുകയാണ്, ഉണ്ടാവുകയാണ്. ഒരു കൂട്ടം ആളുകൾ അവരിതൊന്നും പരിഗണിക്കാതെ അവർ മീൻ പിടിക്കാൻ പോയി. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ അതിനൊക്കെ പരിപൂർണമായി ഒഴിഞ്ഞു നിന്ന് അല്ലാഹു തആലക്ക് ഇബാദത്തുമായി കൂടാൻ സമയം കണ്ടെത്തി. മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകൾ അവർ മീൻ പിടിക്കാൻ പോയില്ല എന്ന് മാത്രമല്ല, ഭൗതികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മറിച്ച് അവര് ഈ തെറ്റായ പ്രക്രിയ ചെയ്യുന്ന ആളുകളെ തടയാൻ വേണ്ടി ശ്രമം നടത്തി. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഈ ഉപദേഷ്ടാക്കളായി പ്രവർത്തകരായ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ദായികളോട് ഉത്കൃഷ്ട വിഭാഗമാകുന്ന ഇത്തരം തെറ്റുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലിമ തഅലൂന ഖൗമനില്ലാഹു മുഹ്ലിക്കുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അല്ലാഹ് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച, അല്ലാഹ് അദാബ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആളുകളെ എന്തിനാ നിങ്ങൾ അവരെ ഉപദേശിക്കാൻ പോകുന്നത്? നന്നാവൂലല്ലോ. എന്തിനവർ നിങ്ങൾ ഉപദേശം നൽകണം? അപ്പോ ഈ ദീനീ പ്രവർത്തകർ, ദായികൾ, ദീനീ പ്രബോധകർ പറഞ്ഞത് ഖാലു മഅദറത്തൻ ഇലല്ലാഹ്, അല്ലാഹു തആലാന്റെ മുമ്പിൽ പ്രതിബന്ധം ബോധിപ്പിക്കാനാ ഞങ്ങൾ പറഞ്ഞു നോക്കി, അവരെ ഞങ്ങൾ ബോധവൽക്കരിക്കാൻ മുമ്പോട്ട് വന്നു, പക്ഷെ അവർ നന്നായില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവിടെ സംഭവിച്ച കാര്യത്തെ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല അവരെ ശപിച്ചു, അവരെ കുരങ്ങുകളാക്കി മാറ്റി. ആരെയാണ് കുരങ്ങുകളാക്കി മാറ്റിയത്? പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത പൈശാചിക ദുർബോധനങ്ങൾക്ക് വശംവദരായ വിഭാഗം ആളുകൾ, അവരേതായിരുന്നാലും കുരങ്ങുകളായി മാറി. എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വനജ്ജൈനല്ലദീന, ഈ തമ്മാടിത്തര തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കുകയും അവരെ മറ്റാളുകളെ തെറ്റുകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളുകൾ വിജയിച്ചു. ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീറിൽ അവിടെ കുരങ്ങുകളാക്കി മാറ്റിയത് 2 കൂട്ടം ആളുകളെയാണ് എന്നാണ്. ഒന്ന്, പൈശാചിക ദുർബോധനങ്ങൾക്ക് വശംവദരായി മീൻ പിടിക്കാൻ പോയ ആളുകൾ. രണ്ടാമത്, നാട്ടിൽ നടക്കുന്ന ഈ വലിയ തമ്മാടിത്തരം കണ്ടിട്ടും അതിനെതിരിൽ പ്രതികരിക്കാതെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ. ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീറിൽ അങ്ങനെ ഉണ്ട്. ഇദാ ലഹറൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ എന്ന ഹദീസിലല്ലേ, നാട്ടിലൊരു തെറ്റ് കണ്ടു, മോശമായൊരു കാര്യം നടക്കുന്നത് കണ്ടു, അതിന് പ്രതികരിക്കാൻ കഴിവുള്ള ആളുകൾ പ്രതികരിച്ചില്ല എങ്കിൽ അള്ളാന്റെയും മലക്കുകളുടെയും സജ്ജനങ്ങളുടെയും ശാപം അവർക്കുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? ആ ശാപം ഇവർക്കും ഏറ്റു എന്ന. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ നിർദ്ദേശം പരിപൂർണമായി പാലിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ് ഹദീസാണ്. എന്താ? മർറഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു മുൻകർ കണ്ടാൽ, ഒരു നിഷിദ്ധമായ കാര്യം കണ്ടാൽ, അവൻ അതിനെ കൈകൊണ്ട് നേരിടണം. അതിനവൻ കൈകൊണ്ട് നേരിടണം. അതിനെ എതിർക്കണം അവന്റെ കൈകൊണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫൈലം യസ്തത്തി, അതിന് കഴിയില്ല എങ്കിൽ ബിലിസാനിഹി, നാവുകൊണ്ട് അതിനെ വ്യത്യാസപ്പെടുത്തണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. ആദ്യം കൈകൊണ്ട് തന്നെ ആ തെറ്റിനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. അതിന് കഴിയില്ല, കൈകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ ഇങ്ങോട്ട് നല്ലോണം കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ ബിലിസാനിഹി, നാവുകൊണ്ട് പറഞ്ഞ് അതിനെ തെറ്റിൽ നിന്ന് അയാൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം.
അതിനും ചിലപ്പോൾ പറ്റില്ല. ഫൈലം യസ്തത്തി, അതിനും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് പറഞ്ഞാൽ അയാള് നമ്മളെ കഠിന ശത്രുവായി മാറും. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. അധാർമികതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് ഉപദേശിക്കാൻ വേണ്ടി ചെന്നാൽ ഉപദേശിക്കുന്നവനെ കടുത്ത പ്രയാസങ്ങൾക്ക് വിധേയമാക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുകയെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിൽ വെച്ചിട്ട് ഏറ്റവും ബലഹീനമായത് അതാകുന്നു. അഥവാ അതിനും കഴിയാത്ത ഒരാളാണെങ്കിൽ, മനസ്സുകൊണ്ടും അവനോട് വെറുക്കാൻ കഴിയാത്ത ഒരാളാണ് എങ്കിൽ, ആ തമ്മാടിത്തരം ചെയ്യുന്ന അല്ലെങ്കിൽ ആ പുത്തൻ പ്രസ്ഥാനത്തിൽ ചേക്കേറിയ അവനുമായിട്ട് മാനസികമായ ഏതെങ്കിലും നിലക്കൊരു ഐക്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനസികമായ ഒരു ബന്ധമുണ്ടെങ്കിൽ അവന് ഈമാൻ ഇല്ല എന്നാണ്. വേറെ ഹദീസിൽ കാണാം, വലൈസ വറാ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ എന്ന്. ഇങ്ങനത്തെ ഒരാള് ഹൃദയം കൊണ്ടും അയാളുമായിട്ട് അയാളെ വെറുക്കാനും അയാളുടെ പ്രവർത്തനങ്ങളെ ശപിക്കാനും അയാളെ പ്രവർത്തനങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനും കഴിയുന്നില്ല എങ്കിൽ, മാനസികമായിട്ട് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാത്തവനാണെങ്കിൽ, കടുകുമണിയോളം ഈമാനിന്റെ അംശം അയാളിലില്ല, അയാളെ ഹൃദയത്തിൽ ഇല്ല എന്നതിന്റെ പ്രകടമായ തെളിവാണ്. ഒരു മുബ്തദി അല്ലെങ്കിൽ ഒരു ഫാസിഖ് അയാളുമായിട്ട് കൂട്ടുകൂടി ജീവിക്കുകയും അയാളുമായിട്ട് മാനസികമായ ഒരടുപ്പമുണ്ടാക്കുകയും ചെയ്താൽ, അതെന്തിന്റെ പേരിലാണെങ്കിലും ശരി, ഏത് കാരണം കൊണ്ടാണെങ്കിലും ശരി, മാനസികമായിട്ട് അയാളുമായിട്ടൊരു അടുപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈമാൻ പൊളിക്കലാണ്, ദീനുൽ ഇസ്ലാമിനെ പൊളിക്കലാണത്. അതിന്റെ ഈ ബന്ധപ്പെടുന്നവന്റെ ഹൃദയത്തിൽ ഈമാനില്ല, കടുകുമണിയോളം ഈമാനില്ല എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നാം കേട്ടത്. ചുരുക്കത്തിൽ, ഒരു ദാഇ, ഒരു പ്രബോധകൻ, അയാൾ സ്വയം പരിശുദ്ധനാവണം. അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യേണ്ടത് സ്വയം നന്നായി കഴിഞ്ഞാൽ പിന്നെ ദീനീ ദഅവത്ത് നടത്തുകയാണ്. ദീനീ ദഅവത്ത് നടത്തുന്ന സമയത്ത് ആ ദീനീ ദഅവത്തിന് നേതൃത്വം കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എല്ലാവരും ആ കാര്യങ്ങൾ അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യണം. ഓരോ ആളുകളും അവരുടെ കഴിവിനനുസരിച്ച് ചെയ്യണം. ബഹുമാനപ്പെട്ട ഇബ്നു കസീറിൽ കാണാം, വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയ, ഏതായത്ത് വൽ തക്കും മിൻകും ഉമ്മത്തി യദ്ഊന ഇലൽ ഖൈരി എന്ന് പറഞ്ഞ ആയത്തിന്റെ ഉദ്ദേശം അൻ തകൂന ഫിർഖത്തുൻ മിനൽ ഉമ്മത്തി മുതസദ്ദിയത്തൻ ലിഹാദ ശഅനി, സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഈ ദീനീ ദഅവത്തിന്റെ മേഖലയിലേക്ക് പരിപൂർണമായിട്ട് തിരിയണം. വൈൻ കാന ദാലിക വാജിബൻ അലാ കുല്ലി ഫർദി മിനൽ ഉമ്മ ബിഹസ്ബിഹി, ഓരോ ആളുകൾക്കും ദഅവത്ത് നടത്താൻ ബാധ്യതയുണ്ട് എങ്കിൽ തന്നെയും അത് ഓരോ ആളുകളുടെയും അവസ്ഥക്കനുസരിച്ച, എല്ലാവർക്കും ദീനീ ദഅവത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് നടക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ ആളുകളും അവരുടെ അവസ്ഥക്കനുസൃതമായ നിലക്ക് ദീനീ ദഅവത്ത് നടത്താൻ ബാധ്യസ്ഥരാണെങ്കിലും ഒരു കൂട്ടം ആളുകൾ സമൂഹത്തിൽ നിന്നും ഇതിനു വേണ്ടി സ്വയം ഉണ്ടാവൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിച്ച, അല്ലാഹു തആലയുള്ള തൗഹീദ് പരിപൂർണമായി ഹൃദയത്തിൽ രൂഢമൂലമായ വ്യക്തി ആദ്യമായി സ്വയം നന്നായി അവന്റെ ജീവിതാവസ്ഥകൾ പരിശുദ്ധവും പരിപാവനവുമാക്കിയതിന്റെ ശേഷം ദീനീ ദഅവാ മേഖലയിലേക്ക് പ്രവേശിക്കണം. ദീനീ ദഅവാ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ അനുവർത്തിക്കേണ്ട പ്രത്യേകമായ അവസ്ഥകളാണ് ഈ പറയുന്നത്. ദീനീ ദഅവത്ത് നടത്തണം. അതാണ് മറ്റ് സമുദായത്തിൽ നിന്നും ഈ സമുദായത്തിനെ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ പോയിന്റ് എന്നുകൂടി മനസ്സിലാക്കി അവൻ ദീനീ ദഅവത്ത് നടത്തണം. അത് ഓരോ ആളുകളും എല്ലാവരും വയല് പറഞ്ഞ് നടക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും സ്റ്റേജ് കെട്ടി പ്രസംഗിക്കണമെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നാം എപ്പോഴും
മറ്റാളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അപ്പൊ സ്വയം നല്ലവരല്ല എങ്കിൽ വാസ്തവത്തില് നാം ഉപദേശിക്കുന്ന ആളുടെ മുമ്പിൽ നാം ചമ്മിപ്പോവും. താനല്ല എങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്റെ മക്കളല്ല എങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ ഉപദേശിക്കാൻ വരണോ, ആദ്യം അത് നന്നാക്ക് എന്ന് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആദ്യം ശിർക്ക് ഒഴിവാക്കാൻ പറഞ്ഞു. അതിൽ തന്നെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ രണ്ടാമത് ആ ശിർക്ക് ഒഴിവാക്കിയതിന്റെ പ്രതിഫലനമാകുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. നിസ്കാരം നിർവഹിക്കാനല്ല, അത് യഥാവി നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെയാണ് പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. എത്ര അർത്ഥവത്താണ്, എന്തൊരു സുന്ദരമാണ് ഈ ഉപദേശങ്ങൾ, അതിന്റെ ക്രമീകരണങ്ങൾ. എത്ര പറയാനുണ്ട് നമുക്ക്, എത്ര ചിന്തിക്കാനുണ്ട് നമുക്ക്. ദീനീ പ്രബോധനം നടത്തുന്ന സമയത്ത് നമ്മെ പിടികൂടുന്ന വലിയൊരു പ്രശ്നം, ദീനീ ദായികളെ സ്വാധീനിക്കാൻ വേണ്ടി പൈശാചിക ദുർബോധനങ്ങൾ ധാരാളം നടക്കും. പ്രലോഭനങ്ങളുണ്ടാവും, പ്രകോപനങ്ങളുണ്ടാവും. അല്ലാഹു തആല പറഞ്ഞു, എന്ത് പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ ആ യഥാർത്ഥ റൂട്ടിലൂടെ തന്നെ ചലിക്കണം. ഫസ്ദഅ ബിമാ തൂമർ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ പൊട്ടിക്കുക. സദഅ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരസ്പരം കൂടാത്ത രൂപത്തിൽ കുപ്പി പോലോത്തതിനെ പൊട്ടിക്കുന്നതിനാണ് സദഅ എന്ന് പറയുക. നേരെ മറിച്ച് മരക്കഷ്ണമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റും. കുപ്പി പൊട്ടിയൊരു ഗ്ലാസ് പൊട്ടി ആ ഗ്ലാസിന്റെ പൊട്ടുകളൊക്കെ പാടെ കൂട്ടിയിട്ടൊരു ഗ്ലാസ് ആക്കി വെക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ. സദഅ എന്ന് പറഞ്ഞാൽ കുപ്പി പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കാൻ, എന്ന് വെച്ചാൽ കാര്യങ്ങൾ വെട്ടി തുറന്ന് പ്രഖ്യാപിക്കണം. അപ്പൊ തീവ്രവാദിയാണെന്ന് പറയും. ആശയ തീവ്രത ആർക്കായാലും പ്രശ്നമുള്ളത്, ആശയ തീവ്രത വേണം. ആശയ തീവ്രത അല്ലാതെ അയലിച്ചാടിയ കോഴിയെപ്പോലെ കുറെ അങ്ങോട്ടും കുറെ ഇങ്ങോട്ടും, അവരെ കാണുമ്പോ അവർക്ക് ഒപ്പിച്ചും ഇവരെ കാണുമ്പോൾ ഇവർക്ക് ഒപ്പിച്ചും പറയുന്ന ആ ദുൽവജ്ഹൈനി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏറ്റവും മോശമായ ജന്തുവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെയോ? അവനാരാ? ദുൽവജ്ഹൈനിയാണ്, രണ്ട് മുകളിലുള്ള ആള്. ഏത്തിഹാദ, ഓ മറ്റേ ആളെടുത്ത് ചെല്ലും, എന്നിട്ട് അവൻ പറയുന്നൊക്കെ സ്വീകരിക്കും, അങ്ങനെ തന്നെ എന്ന് പറയും. എന്നിട്ട് വേറെ അതിന്റെ എതിർ പാർട്ടിക്കാരുടെ ചെല്ലും, അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് അങ്ങനെ തന്നെ എന്ന് പറയുന്ന ഈ വിഭാഗം ഉണ്ടല്ലോ, ഈ ഇരുമുഖക്കാര്, അവനാണ് ഏറ്റവും മോശപ്പെട്ട ജന്തു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുമ്പോ ഭയങ്കര സുന്നത്തി ജമാഅത്തൊക്കെ പറയും. എന്നിട്ട് അതിന്റെ ശത്രുക്കളുടെ മുമ്പിലേക്ക് എത്തുമ്പോ അവൻ അതിനു വേണ്ടിയും സംസാരിക്കും. ഇങ്ങനത്തെ നാണം കെട്ട ഈ ഒരു പ്രക്രിയ നടത്തുന്ന ആളുകൾ, അവരാണ് ഏറ്റവും മോശപ്പെട്ട ജന്തുക്കൾ എന്നുള്ള റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പോ ദീനീദായികൾക്ക് ഒരിക്കലും തന്നെ അത്തരമൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം, വ്യക്തമാക്കി പറയണം. സംശയത്തിനൊന്നും ലാഞ്ചന കൊടുക്കരുത്. സുന്നി എന്ന് പറയേണ്ട സ്ഥലത്ത് സുന്നി എന്ന് തന്നെ പറയാം, മുസ്ലിം എന്ന് പറഞ്ഞാൽ പറ്റൂല അവിടെ. അതാണ് ഇവിടെ പല ആളുകൾക്കും പറ്റിയ തകരാറ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരു ദായിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലുക്മാൻ റളിയല്ലാഹു തആലയുടെ ഉപദേശങ്ങളോട് മനസ്സിലാക്കി തരികയാണ്. ഇനിയുമുണ്ട്. അങ്ങനെ ദഅവത്ത് ചെയ്യുന്ന സമയത്ത് നേരിടേണ്ട കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ഇതുവരെ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒക്കെ അള്ളാഹു തആല സാലിഹ അമലാക്കി നമ്മുടെ പക്കൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പക്കൽ വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആഗതമാവുകയാണ്. ഹബീബായ റസൂലുള്ളാഹിനെ പരിപൂർണമായി ഉൾക്കൊള്ളാനും ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് 100% ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുത്തെ അനുസ്മരണ ഘട്ടങ്ങളിൽ അതിന്റെ എല്ലാവിധ ബറക്കത്തും പുണ്യവും നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്തെ